തിരുവനന്തപുരത്ത് വീട്ടിലായിരുന്നു 2 ദിവസം. അവിടുന്ന് നേരെ ഞാൻ കാർ കൊണ്ടുപോയില്ല. കാരണം അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു പണി നടക്കുന്നുണ്ട്, റോഡ് പണി കിടക്കും. അപ്പോൾ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് നേരെ ഞാൻ തിരിച്ച് വരാനായിട്ട് തമ്പാനൂരിലേക്ക് പോവുകയാണ്. രാവിലെയാണ്, ഒരു 10-11 മണിയായി. തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ ഒരു കോതമംഗലം സൂപ്പർ ഫാസ്റ്റ് എടുക്കുന്നുണ്ട്. നേരെ അതിൽ കയറി ടിക്കറ്റ് എടുത്തു. സുഖയാത്രയായിരുന്നു കേട്ടോ. തിരക്ക് കുറവായിരുന്നു. റിസർവേഷനാണ്, പോകുന്ന വഴിയിലൊക്കെ റിസർവേഷൻ്റെ ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നേരെ ഞാൻ തിരിച്ച് വാളകത്തിറങ്ങിയിട്ട് സജി എന്നെ വിളിക്കാൻ വേണ്ടി വന്നു. നേരെ സജി വന്നു. സജിയുടെ കൂടെ ഞങ്ങളിപ്പം ഇപ്പോഴത്തെ 1 മണിയായി, ഭക്ഷണം കഴിക്കണമെന്ന് വെച്ചു. നേരെ പൊലിക്കോട് നമ്മുടെ കപ്പ ഇറച്ചിയും കിട്ടുന്ന കടയുണ്ട്. അത് ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെയാണ്. നല്ല അടിപൊളി കപ്പയാണ് കേട്ടോ. സൂപ്പർ കപ്പയും സൂപ്പർ ബീഫ് കറിയും അതുപോലെ തന്നെ പഴംപൊരിയാണ്. പഴംപൊരി നമ്മൾ മേടിച്ചില്ല, പഴംപൊരി എനിക്ക് താല്പര്യമില്ല. നമ്മൾ 2 കപ്പയും 2 ഇറച്ചിയും പിന്നെ 1 ഇറച്ചിയും കൂടെ മേടിച്ചു. അങ്ങനെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല തിരക്കാണ് അവിടെ കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് കപ്പ തീർന്നു. ഇനി വീണ്ടും അടുത്ത കപ്പ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2 കപ്പ മേടിച്ചു, 3 ഇറച്ചി മേടിച്ചു. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഈ കടയുടെ വീഡിയോസൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. രാവിലെ തന്നെ ഇവിടെ കപ്പയും ബീഫും ഒക്കെ റെഡിയാവും കേട്ടോ. കപ്പ, ബീഫ്, അതുപോലെ തന്നെ പഴംപൊരി, ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റങ്ങൾ. നേരെ ഫുഡെല്ലാം കഴിച്ചു. ഇത് പൊലിക്കോടാണ് കേട്ടോ കട. പൊലിക്കോട് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ അറക്കൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നേരെ തിരിച്ച് വെട്ടിക്കാട്ടിലേക്ക് പോവുകയാണ്. ഞാൻ വണ്ടി എടുക്കാത്തതുകൊണ്ട് സജിയാണ് ഇപ്പോൾ ഇവിടുന്ന് പിക്ക് ചെയ്യാൻ വന്നത്. അവിടുത്തെ ബസ്സിൽ വന്നു. നേരെ സജിയുടെ വർക്ക്ഷോപ്പിലോട്ട് പോയി. ഏതൻസ് കാർ വാഷിൽ പോയതിന് ശേഷം അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പം ഏകദേശം ഒരു 2-2:15 കൂടി ഞാൻ വീട്ടിലെത്തി. അപ്പോൾ ഓക്കെ, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.